2025 ഓഗസ്റ്റ് 19 തീയതി കേരളത്തിൽ ഏറ്റവും പ്രചാരമുള്ള രണ്ട് പത്രങ്ങളിൽ വന്ന വാർത്തകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ രണ്ട് പത്രങ്ങളിലും അവരുടെ എഡിറ്റോറിയൽ പേജിൽ വന്ന ലേഖനങ്ങളും മുഖപ്രസംഗവും ഇത് രണ്ടും കൃത്യമായി ഒന്ന് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ വാർത്തകളെ എങ്ങനെ വളച്ചൊടിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായൊരു ചിത്രം നമുക്ക് കിട്ടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പത്രങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വം ജനാധിപത്യത്തിലുണ്ട്. ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും കഴിഞ്ഞാൽ ശരിയായി പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യത്തെ അല്ലെങ്കിൽ ഏത് ജനാധിപത്യ ഭരണ സംവിധാനത്തെയും നയിക്കേണ്ട ചുമതല നമ്മുടെ മാധ്യമങ്ങൾക്കുള്ളതാണ്. പക്ഷേ മാധ്യമങ്ങൾ നിഷ്പക്ഷമായി നിർഭയമായി അത് ചെയ്യാൻ തയ്യാറായില്ല എങ്കിൽ അത് ജനാധിപത്യത്തിന് അപരിഹാര്യമായ നഷ്ടമായിരിക്കും ഉണ്ടാക്കുന്നത്. ഇത്രയും ആമുഖമായി പറഞ്ഞതിൻ്റെ കാരണം ഇന്ത്യയിൽ രണ്ട് പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്. അതിൽ ഒന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ആർട്ടിക്കിൾ 340 വകുപ്പ് അനുസരിച്ചാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ തിരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ നിഷ്പക്ഷമായും നിർഭയമായും നീതിപൂർവ്വം നടത്തുക എന്ന ഏറ്റവും ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കുള്ളത്. രണ്ടാമത്തെ ഇതുപോലൊരു സ്ഥാപനമാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ച് ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാനുള്ള ഉത്തരവാദിത്തമാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽക്ക് ഉള്ളത്. ഈ രണ്ട് സ്ഥാപനങ്ങൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് സ്ഥാപനങ്ങളാണ്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കെതിരെ അതിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ കേരളത്തിൽ ഏറ്റവും പ്രചാരമുള്ള രണ്ട് പത്രങ്ങൾ മലയാള മനോരമയും മാതൃഭൂമിയും എഴുതിയ എഡിറ്റോറിയലും അതിനോടനുബന്ധമായി അവർ കൊടുത്ത ചില ലേഖനങ്ങളും വളരെ ഗൗരവത്തോടുകൂടി ജനാധിപത്യത്തെ സ്നേഹിക്കുന്നവരെ വായിക്കേണ്ടതാണ്. അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ആദ്യം നമുക്ക് മലയാള മനോരമയിലേക്ക് പോകാം. മലയാള മനോരമ 2025 ഓഗസ്റ്റ് 15 തീയതി മലയാള മനോരമയിൽ വന്ന എഡിറ്റോറിയലാണ് മൗനത്തിൻ കീഴിലെ വോട്ടർ പട്ടിക, തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഒരിക്കലും സംശയ നിഴലിലാകരുത്. അതാണ് എഡിറ്റോറിയൽ ടൈറ്റിൽ. അത് പറയുന്നൊരു കാര്യം, വോട്ടർ പട്ടികയെ ചൊല്ലി നിർണായകമായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ശരിയാണ്, വളരെ ഗൗരവമായ ആരോപണങ്ങളാണ് വോട്ടർ പട്ടികയെക്കുറിച്ച് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന മനോരമയുടെ അഭിപ്രായം 100% ശരിയാണ്. എന്നിട്ട് അടുത്ത പാരഗ്രാഫ് തുടങ്ങുന്നത് കർണാടകത്തിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കി ഈ മാസം 7-നാണ് അതീവ ഗൗരവമുള്ള ചില ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടത്. അപ്പം മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയെ ചൊല്ലി ഉന്നയിച്ച ആരോപണങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നു. അത് ശ്രദ്ധിക്കണ്ടേ? നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച പല ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ്, അസത്യമോ അർത്ഥസത്യമോ അല്ലെങ്കിൽ പച്ചക്കള്ളമോ ആണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതിൻ്റെ പേരിലാണ് മലയാള മനോരമ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. അതിൽ മഹാദേവപുരയിലെ 7 കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഉള്ളതെന്നും അത് 6ഉം ജയിച്ചത് കോൺഗ്രസ് ആണെന്നും ഒരിടത്ത് മാത്രം ജയിച്ച BJPക്ക് 1,00,000-ലധികം വോട്ട് നേടാൻ കഴിഞ്ഞുവെന്നും ആ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ വോട്ടിൻ്റെ ബലത്തിലാണ് ബാംഗ്ലൂർ നോർത്ത് നിയോജക മണ്ഡലം പാർലമെൻറ്റ് നിയോജക മണ്ഡലം BJP പിടിച്ചതും എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അത് അടിസ്ഥാനരഹിതമാണെന്ന് നിരവധി പ്രാവശ്യം പത്രങ്ങൾ പറഞ്ഞു, ചാനലുകളിൽ വന്നു. പക്ഷെ അതൊന്നും മനോരമയെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ മഹാദേവപുരയാണ് മലയാള മനോരമ ആരോപണം ഉന്നയിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കടന്നു വന്ന അപര്യാപ്തത. ഒരു നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വിശദീകരിക്കുകയാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചെയ്തത്. എന്നിട്ട് പറയുന്നത്, അവയോട് നേരിട്ട് പ്രതികരിക്കാതിരുന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 10-ാം ദിവസം മാധ്യമ സമ്മേളനം വിളിച്ചു ചേർത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. എന്നിട്ട് മനോരമ പറയുന്നു, ജ്ഞാനേഷ് കുമാർ ആരോപണങ്ങളെ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മിക്കതിനും വ്യക്തമായ മറുപടി നൽകിയില്ലെന്ന് മാത്രമല്ല പല ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും ചെയ്തു. ജ്ഞാനേഷ് കുമാറിൻ്റെ പത്രസമ്മേളനം ഉടനീളം കണ്ട ഒരാൾ എന്നുള്ള നിലയിൽ ഏത് ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്ന് സത്യത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനിയും അഥവാ ഒഴിഞ്ഞു മാറി നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വീക്ഷണം സബ്ജക്റ്റീവ് ആയതുകൊണ്ടോ നമുക്ക് തോന്നിയതായിരിക്കാം. പക്ഷേ അങ്ങനെ ഒഴിഞ്ഞു മാറിയെങ്കിൽ ഏത് ആരോപണത്തിൽ നിന്നാണ് ജ്ഞാനേഷ് കുമാർ ഒഴിഞ്ഞു മാറിയത്, ഏത് ചോദ്യത്തിനാണ് അദ്ദേഹം കൃത്യമായ മറുപടി നൽകാതിരുന്നത്, അത് പറയാനുള്ള ബാധ്യത മലയാള മനോരമയ്ക്കില്ലേ എന്ന് പത്രാധിപർ ആലോചിച്ച് നോക്കണം.
അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരുന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പിന്നെ പറയുന്നു, കമ്മീഷന്റെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെടുന്നതും വിശ്വാസ്യതയ്ക്ക് കളങ്കമേൽക്കുന്നതുമായ ആരോപണങ്ങൾ പലതും അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. മനോരമ എടുത്ത അടക്കമുള്ള പത്രങ്ങൾ അതിന് അനാവശ്യമായ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ചിലതൊക്കെ കല്ലുവെച്ച നുണകളാണെന്ന് പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം വാർത്തകൾ തമസ്കരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ മനോരമയെ അടക്കമുള്ള ഇലക്ഷൻ കമ്മീഷന്റെ പത്രസമ്മേളനത്തെ കണ്ട ആളുകൾ ഉന്നയിക്കുന്ന വളരെ ഗൗരവമുള്ള ഒരു ആരോപണമുണ്ട്. വീടിന്റെ നമ്പറിന്റെ സ്ഥാനത്ത് 0 രേഖപ്പെടുത്തിയ വോട്ടർമാരെക്കുറിച്ച് അവർ യഥാർത്ഥ വോട്ടർമാരാണെന്നും വീടില്ലാത്തവരുടെ വോട്ടവകാശം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് വോട്ടർ പട്ടികയിൽ വീട്ടു നമ്പറിന്റെ സ്ഥാനത്ത് 0 എന്ന് രേഖപ്പെടുത്തി പേര് ചേർക്കാൻ അനുവദിക്കുന്നതെന്നുമായിരുന്നു കമ്മീഷൻ പറഞ്ഞത്. ഒരു കാരണവശാലും കമ്മീഷന്റെ ഈ അഭിപ്രായത്തോടെ ജനാധിപത്യ ബോധമുള്ള ഒരാൾക്ക് യോജിക്കാൻ കഴിയില്ല. വീട്ട് നമ്പരില്ലാത്ത ഒരാൾ തെരുവിലല്ല ജീവിക്കുന്നു, ഒന്നുകിൽ അനാഥാലയത്തിലായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷെൽട്ടർ അദ്ദേഹത്തിനുണ്ട്. അത് 0 നമ്പറിട്ട് വോട്ടർമാരെ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ശൂന്യാകാശത്തിൽ നിന്നോ അല്ലെങ്കിൽ അന്യ ഗ്രഹങ്ങളിൽ നിന്നോ വന്ന വോട്ടർമാരായിരിക്കും. അത്തരം തെറ്റ് വളരെ ഗൗരവതരമായ തെറ്റാണ്. ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണ്. 0 നമ്പർ വീടിന്റെ പേരിൽ നമ്പർ കൊടുത്തുകൊണ്ട് വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ റദ്ദാക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനുണ്ട്. അതല്ലെങ്കിൽ ഒരുപക്ഷെ സുപ്രീം കോടതി ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ ആ വാദം അവരുന്നയിച്ചപ്പോഴേ എനിക്ക് ശരിക്കും ജ്ഞാനേഷ് കുമാറിനോട് സഹതാപമാണ് തോന്നിയത്. 0 നമ്പറിട്ട് ഒരാളിനെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ പറ്റില്ല. ചേർത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. എന്തായാലും ശരി, മനോരമ പറയുന്നത് പല സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയെക്കുറിച്ചും ആരോപണങ്ങൾ ഉയർന്ന സ്ഥിതിക്ക് അവയുടെ ഗൗരവം ഉൾക്കൊണ്ട് വിശദമായ അന്വേഷണം വേണം. തീർച്ചയായിട്ടും അത് വേണം. തിരഞ്ഞെടുപ്പിനെ ചൊല്ലി വോട്ടർമാരുടെ ഉള്ളിലുയരുന്ന ആശങ്കകൾക്കും ആധികൾക്കും കൃത്യമായി മറുപടി നൽകാതെ ഇനിയും ഒഴിഞ്ഞു മാറാനാണ് കമ്മീഷൻ ശ്രമിക്കുന്നതെങ്കിൽ അതിലൂടെ അപമാനിക്കപ്പെടുന്നത് നമ്മുടെ ജനാധിപത്യം തന്നെയായിരിക്കും. ഓക്കെ, ശരിയാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷനെതിരെ കൃത്യമായും വസ്തുനിഷ്ഠമായും ഇന്ന ആരോപണങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്ന സ്ഥാനത്താണ് ഇലക്ഷൻ കമ്മീഷന് തെറ്റുപറ്റിയത്, ഇവിടെയാണ് ക്രമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നത് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ മാധ്യമങ്ങൾക്കില്ലേ? ഈ എഡിറ്റോറിയലിൽ ഒരിടത്തും ഇലക്ഷൻ കമ്മീഷൻ എവിടെ തെറ്റുപറ്റി, എങ്ങനെ തെറ്റുപറ്റി, അതിൻ്റെ ഉത്തരവാദി ആരാണ് എന്നൊരിക്കൽ പോലും മലയാള മനോരമ പറയുന്നില്ല എന്നുള്ളതാണ് ഈ എഡിറ്റോറിയലിനെ അപഹാസ്യമാക്കുന്നത്. വളരെ പക്ഷപാതപരമായി എഴുതിയ ഒരു എഡിറ്റോറിയലായിട്ടാണ് ഇത് പ്രഥമ ദൃഷ്ടിയ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ആ എഡിറ്റോറിയൽ വന്ന പേജിൽ തന്നെ മറ്റൊരു ലേഖനമുണ്ട്. അപ്പോൾ എഡിറ്റോറിയലിന് ഉപോത്ബലകമായ ലേഖനം താഴെ കൊടുത്തിട്ടുണ്ട്, തൊട്ടടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. നിഴൽ മാറും കാലം. അത് ഇന്ത്യ ഫയലിലെ ജോമി തോമസ് എഴുതിയിരിക്കുന്ന ലേഖനമാണ്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം രാഹുൽ ഗാന്ധിയെ സ്തുതിച്ചുകൊണ്ടാണ്. ബോധ്യങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്ന സ്വഭാവമെടുത്താൽ രാഹുലിന് മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി ഏത് ബോധ്യത്തിലാണ് ഉറച്ചു നിന്നത്? എവിടെ നിന്നാണ് അദ്ദേഹം ഉറച്ചു നിന്ന് സംസാരിച്ചിട്ടുള്ളത്? എവിടെ നിന്നാണ് അദ്ദേഹം ഉറച്ചു നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്? ചൗക്കിദാർ ചോർ ഹേ എന്ന് പറഞ്ഞു. ചൗക്കിദാർ കള്ളനാണെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. റാഫേൽ ഇടപാടിൽ അപകടമുണ്ട്, അഴിമതിയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ബാലിയക്കോട്ടിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ അക്രമത്തിലെ പൈൻ മരങ്ങൾ മാത്രമാണ് പരിക്കേറ്റത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടത് എന്ന രാഹുൽ ഗാന്ധിയുടെയും പാകിസ്ഥാന്റെയും ആരോപണം ഒന്ന് തന്നെയായിരുന്നു. പിന്നെ ഓപ്പറേഷൻ സിന്ദൂർ കേസിൽ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ, ഇന്ത്യക്ക് എത്ര വിമാനം നഷ്ടപ്പെട്ടു തുടങ്ങി അദ്ദേഹം ഗൗരവമായ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നുള്ളതാണ്. അവസാനം ജോമി തോമസ് ഒരു കാര്യം പറയുന്നുണ്ട്, പ്രതിപക്ഷ നേതാവ് നിഴൽ പ്രധാനമന്ത്രിയാണ്. അതെ, തീർച്ചയായിട്ടും പല പാശ്ചാത്യ രാജ്യങ്ങളിൽ ജനാധിപത്യ സംവിധാനം നിൽക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രതിപക്ഷ നേതാവ് ഷാഡോ പ്രൈം മിനിസ്റ്ററാണ്. പക്ഷേ അത് ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷ നേതാവാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് കണ്ണു തുറന്ന് കാണാൻ ജോമി തോമസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പാർലമെന്ററി സമ്പ്രദായത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് നേതൃത്വം നൽകുന്നതിൽ രാഹുലിൻ്റേത് നല്ല പ്രകടനമാണെന്ന് പറഞ്ഞാൽ അത് അമിതമാവില്ല. കഷ്ടമുണ്ട് ജോമി തോമസെ, അദ്ദേഹത്തിൻ്റെ പ്രകടനം വളരെ മോശമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളിലെത്തി അവിടുത്തെ ജനകീയ നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണകർത്താക്കളുമായി ആശയവിനിമയം ചെയ്യാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ രാഹുലിന് ഇഷ്ടമില്ലാത്തവരെ ആ കമ്മിറ്റിയിൽ നിന്നും ഒഴിച്ചു നിർത്തിയില്ലേ? പ്രധാനമായി ശശി തരൂരിനെ. രാഹുൽ ഗാന്ധിയുടെ ഈ നിലപാടിനെതിരെ ആരൊക്കെയാണ് ശബ്ദമുയർത്തിയത്? സൽമാൻ ഖുർഷിദും അതുപോലെ തന്നെ ശശി തരൂരുമല്ലേ? അവർ കോൺഗ്രസ്സുകാരല്ലേ? ഏത് നിലപാടിലാണ്
രാഹുൽ ഗാന്ധി ഉറച്ചു നിന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, നിഴൽ പ്രധാനമന്ത്രിയാകാൻ രാഹുലിന് നല്ല പരിശീലനത്തിന് അവസരം ലഭിച്ചില്ലെന്ന് പറയാം. 2004 മുതൽ 2014 വരെ ലഭിച്ച പരിശീലനം പിന്നെ എന്തിനായിരുന്നു എൻ്റെ പൊന്ന് ജോമി തോമസേ? ഒരു നിഴൽ പ്രധാനമന്ത്രി അല്ലായിരുന്നു ഇന്ത്യ ഭരിച്ചത് 10 വർഷം. സോണിയാഗാന്ധിയുടെ നിഴൽ പ്രധാനമന്ത്രി, രാഹുൽ ഗാന്ധിയുടെ അമ്മയുടെ നിഴൽ പ്രധാനമന്ത്രിയായിരുന്നു ലോകത്തിലെ ധനകാര്യ വിദഗ്ധന്മാരിൽ ഒരാളായ ഡോക്ടർ മൻമോഹൻ സിംഗ്. ആ സമയത്ത് പരിശീലനം കിട്ടാതെ രാഹുൽ ഗാന്ധി എവിടെ പോയിരിക്കുകയായിരുന്നു ഈ പരിശീലനം വാങ്ങിക്കാതെ? എന്നിട്ട് ജോമി തോമസ് ഒരു 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 സങ്കടം പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കുള്ള വിദേശയാത്രകൾ കുറച്ചിരുന്നെങ്കിൽ ആ സമയം കൂടി പരിശീലനത്തിൽ ലഭിക്കാമായിരുന്നു. അത് ജോമി തോമസ് സമയം കിട്ടുമ്പോൾ രാഹുൽ ഗാന്ധിയെ കണ്ടോന്ന് പറഞ്ഞാൽ മതിയല്ലോ, ഇടയ്ക്കിടയ്ക്ക് വിദേശയാത്ര പോകരുത്. ഇനി രാഹുൽ ഗാന്ധി എന്തിനാണ് വിദേശയാത്ര പോകുന്നത്? ആരെ കാണാനാണ് പോകുന്നത്? ഇതിനെക്കുറിച്ച് കുറച്ചു കാലം മുമ്പ് ബംഗ്ലാദേശിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ബ്ലിറ്റ്സ് എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണത്തിലെ വളരെ വ്യക്തമായ ഉദാഹരണങ്ങളോട് തെളിവുകളോടുകൂടി ഒരാൾ ഉന്നയിച്ച ആരോപണമുണ്ടായിരുന്നു. ഞാനത് ആവർത്തിക്കുന്നില്ല. രാഹുൽ ഗാന്ധി എവിടാണ് പോകുന്നതെന്നും ആരെ കാണാനാണ് പോകുന്നതെന്നും എന്തുകൊണ്ടാണ് അവരോടൊപ്പം ഒക്കെ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനുള്ള കൃത്യമായ ഉത്തരവുണ്ട്. ജോമി തോമസ് വീണ്ടും ഈ ആരോപണം വീണ്ടും ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് മാത്രമേ താങ്കളുടെ ഈ ലേഖനം പര്യാപ്തമായുള്ളൂ. നരേന്ദ്രമോദിയെ ലോക്സഭയിൽ അപ്രതീക്ഷിതമായി ആലിംഗനം ചെയ്ത രാഹുലല്ല പ്രതിപക്ഷ നേതാവായി ഇപ്പോൾ ലോക്സഭയിലുള്ളത്. കഷ്ടം. പ്രധാനമന്ത്രിയെ അപ്രതീക്ഷിതമായി ആലിംഗനം ചെയ്തിട്ട് കണ്ണിറുക്കി കാണിച്ച രാഹുലിൻ്റെ ചിത്രം ജോമി തോമസ് മറന്നെങ്കിലും ഇന്ത്യയിലെ സാമാന്യ ബോധമുള്ള ആളുകളാരും മറന്നിട്ടില്ല എന്ന് മറക്കരുത്. ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിലെ പ്രസംഗത്തിൻ്റെ ദൃശ്യങ്ങൾ, ആ പ്രസംഗം പലതും വളരെ മികച്ച ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ജോമി തോമസിൻ്റെ തല പരിശോധിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. രാഹുലിനെ അവിശ്വസിച്ച കോൺഗ്രസ്സുകാർ ഇപ്പോൾ തെറ്റുതിരുത്തുകയാണ്. രാഹുലിനെ ഏത് കോൺഗ്രസ്സുകാരാണ് വിശ്വസിച്ചത്? രാഹുലിനെ കോൺഗ്രസ്സുകാർ അവിശ്വസിച്ചെങ്കിൽ അതിന് കാരണക്കാരൻ മോദിയാണോ? രാഹുലിനെ കോൺഗ്രസ്സുകാർ അവിശ്വസിച്ചെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ രാഹുൽ തന്നെയല്ലേ? അതിന് മറുപടി പറയണ്ടേ? അതുപോലെ തന്നെ അദ്ദേഹം കണ്ട ഏറ്റവും വലിയ മഹത്തായ ഒരു കാര്യം, ഡൽഹിയിലെ ഒരു സമരം നടന്നപ്പോൾ പോലീസ് തയ്യാറാക്കിയിരുന്ന വേലിക്കെട്ട് ചാടിക്കടന്ന് അഖിലേഷ് യാദവ് പോലീസ് വലയത്തിനകത്തേക്ക് ചാടിക്കയറി. അത് ഇന്ത്യയുടെ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു വലിയ വഴിത്തിരിവാണെന്നാണ് ജോമി തോമസ് കണ്ടെത്തിയത്. ഒരു പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്തതിശയമേ ജോമിയുടെ സ്നേഹം എത്ര മനോഹരമേ. രാഹുൽ ഗാന്ധി ഈ സ്നേഹം ഒന്ന് കാണണം. ഇത്രയും രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കാൻ പ്രിയങ്കായ്ക്ക് പോലും കഴിയും എന്ന് തോന്നുന്നില്ല. വാദ്രയ്ക്ക് എന്തായാലും കഴിയില്ല. പക്ഷേ ജോമി തോമസിന് അത് കഴിയുന്നുണ്ട്. അദ്ദേഹത്തെ പ്രത്യേകം രാഹുൽ ഗാന്ധി പരിഗണിക്കണം. താമസിയാതെ അദ്ദേഹത്തെ മലയാള മനോരമയിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിയമിക്കാനായിട്ട് മനോരമ പത്രാധിപരും തയ്യാറാകണം. അത്ര മനോഹരമായ ഒരു രാഷ്ട്രീയ വിശകലനമാണ് ജോമി തോമസ് ചെയ്തിരിക്കുന്നത്. മനോരമയുടെ ഭാവിക്ക് വലിയൊരു വാഗ്ദാനമാണ് ജോമി തോമസ്. ഇനി മനോരമ അവിടെ നിൽക്കട്ടെ, മാതൃഭൂമിയിലേക്ക് വരാം. മാതൃഭൂമി പത്രത്തിൻ്റെ എഡിറ്റോറിയൽ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒഴിവ് കഴിവുകൾ, അതാണ് മാതൃഭൂമി പറഞ്ഞിരിക്കുന്നത്. മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ അത് നമ്മളൊന്ന് പ്രത്യേകം വായിക്കേണ്ടതാണ്. മനോരമയുടെ എഡിറ്റോറിയൽ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ട്. മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ അത്തരം ഒരു നിലവാരം മാതൃഭൂമി ഇല്ല. ഇപ്പോഴത്തെ പത്രം നടത്തിപ്പുകാരുടെ നിലവാരത്തിലാണ് എഡിറ്റോറിയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അത് പറയുന്നത് തന്നെ പത്രസമ്മേളനം വിളിച്ച് നടത്തിയ വിശദീകരണങ്ങൾ രാഷ്ട്ര മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ പര്യായമല്ല. ഓക്കെ, എന്തുകൊണ്ട് പര്യായമല്ല? ഏത് ഭാഗമാണ് പര്യായമായി മാറുന്നത്? എവിടെയാണ് തൃപ്തിപ്പെടുത്താതെ പോയത്? അത് ഈ എഡിറ്റോറിയൽ എങ്ങും പറയുന്നില്ല. അവസാനം പറയുന്നത് 45 ദിവസത്തിനകം തിരഞ്ഞെടുപ്പ് പരാതി കൊടുക്കണം എന്ന കൃത്യമായ നിർദ്ദേശം, കൃത്യമായ നിയമമുണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട. എന്തുകൊണ്ട് 45 ദിവസം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകിയില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചത് നിയമപരമായ ചോദ്യമല്ലേ? അതിന് മാതൃഭൂമി കൊടുത്ത മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി. ലൈംഗിക പീഡനത്തിന് വിധേയരാകുന്നവർ ഹ്രസ്വമോ ദീർഘമോ ആയ ഒരു കാലയളവിന് ശേഷം നിയമ നടപടികളിലേക്ക് നീങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് സംഭവം നടന്ന ഉടൻ പരാതിപ്പെടാതിരുന്നത് എന്ന സ്ത്രീവിരുദ്ധവും മനുഷ്യത്വ വിഹീനവുമായ ചോദ്യമുയർത്തുന്ന വലിയ വിഭാഗം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. കഷ്ടമാണ്. KP കേശവമേനോൻ ഇരുന്ന കസരയിൽ ഇത്തരം അശ്ലീലം എഴുതുന്ന അധമന്മാരെ ഇരുത്തിയിരിക്കുന്നവരോട് സഹതാപമല്ലാതെ എന്താ തോന്നുന്നത്? ഇതാണോ ഇലക്ഷൻ കമ്മീഷനെ ഉദാഹരിക്കാൻ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു ഉദാഹരണം?
സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വന്ന കാലതാമസവും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുണ്ടായ കാലതാമസവും ഒരുപോലെയാണോ നമുക്ക് കാണേണ്ടത്? ഇതെഴുതിയ പത്രക്കാരൻ ആരായാലും ശരി, എനിക്ക് അദ്ദേഹത്തോട് സഹതാപമാണ് തോന്നുന്നത്. ഒരു കാലഘട്ടത്തിൽ മാതൃഭൂമി പത്രത്തിൻ്റെ പത്രാധിപരുടെ സിംഹാസനത്തിൽ കയറിയിരുന്നത് മഹാന്മാരായിരുന്നു. ഇന്ന് ആ സിംഹാസനത്തിൽ കയറിയിരിക്കുന്നത് ശുംഭനാണോ, പിന്നെ മറ്റൊന്നും ഞാൻ പറയുന്നില്ല, ആരാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ശരി, നിലവാരം കുറഞ്ഞ ഏതോ ഒരു പത്രക്കാരൻ എഴുതിയ ഒരു എഡിറ്റോറിയലാണ്, അല്ലെങ്കിൽ ഇത്ര നിലവാരം കുറഞ്ഞ പദപ്രയോഗങ്ങൾ ഒരിക്കലും മാതൃഭൂമി പോലെ പഴയ പാരമ്പര്യമുള്ള ഒരു പത്രത്തിൽ വരുമായിരുന്നില്ല. ഇന്നത്തെ പാരമ്പര്യം അനുസരിച്ച് ഈ എഡിറ്റോറിയൽ വളരെ കറക്റ്റാണ്. ഇത്തരം പത്രാധിപന്മാരെ കൊണ്ട്, ഇത്തരം പത്രപ്രവർത്തകരെ കൊണ്ട് എഡിറ്റോറിയൽ എഴുതിക്കുന്നത് വളരെ നന്നായിരിക്കും. മറ്റൊരു കാര്യം പറയുന്നത്, കേന്ദ്ര സർക്കാരിൻ്റെ ജിഹുവയായി നിബന്ധിച്ചോ എന്ന് തോന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് അദ്ദേഹം എഡിറ്റോറിയൽ പറയുന്നത്. കാരണം ജ്ഞാനേഷ് കുമാറിൻ്റെ പത്രസമ്മേളനം അത്തരത്തിലുള്ളത് ഒന്നായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ എവിടെയാണ് അതിൻ്റെ തെളിവ് പറയേണ്ടത്? ഇന്ന ചോദ്യങ്ങൾക്ക് ജ്ഞാനേഷ് കുമാർ മറുപടി പറഞ്ഞില്ല, ഇന്ന ചോദ്യങ്ങൾ, കൃത്യമായ ചോദ്യവും ഉത്തരവും കേട്ടുകൊണ്ടിരുന്നതാണ്, ഇന്ന ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്, അത് ഇന്ന അപകടങ്ങളാണ് ഉണ്ടാക്കുന്നത്, ഇന്ന തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യാവുന്നതാണ്, സംശയമുണ്ടാക്കാവുന്നതാണ്, ഇതൊന്നും ഈ എഡിറ്റോറിയൽ പറയുന്നില്ല. പിന്നെ പറയുന്ന ഒരു കാര്യം, വോട്ടിംഗ് പ്രക്രിയയുടെ വീഡിയോ ദൃശ്യങ്ങൾ നൽകണമെന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം കമ്മീഷൻ തള്ളിയത് വോട്ടറുടെ സ്വകാര്യത എന്ന വാദമുന്നയിച്ചാണ്. അങ്ങനെ ബാക്കി പറയുന്നതാണ് നമ്മൾ പ്രത്യേകിച്ച് വായിക്കേണ്ടത്. പക്ഷേ ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യത സംരക്ഷിക്കാൻ ഇവിടെ ആരുണ്ട്? വോട്ടർ പട്ടികയിലെ വീഡിയോ ദൃശ്യങ്ങൾ, സ്ത്രീകളും പെൺകുട്ടികളും വന്ന് വോട്ട് ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ യാതൊരു നിലവാരവുമില്ലാത്ത ചില രാഷ്ട്രീയക്കാരൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നത് ശരിയാണോ? അങ്ങനെ ശരിയാണ് എന്നാണ് മാതൃഭൂമി പറയുന്നതെങ്കിൽ മാതൃഭൂമിയെക്കുറിച്ച് സഹതപിക്കാനല്ലേ നമുക്ക് കഴിയുള്ളൂ. അതുപോലെ തന്നെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ബീഹാറിലെ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ SIR പ്രക്രിയയെ പറ്റിയുള്ള സന്ദേഹങ്ങളും പരിഹരിക്കപ്പെട്ടില്ല. ആ സന്ദേഹങ്ങളാണ് സുപ്രീം കോടതി കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ സന്ദേഹങ്ങളെക്കുറിച്ച് ഇന്ന് പത്രത്തിലുണ്ട്, അത് അവസാനത്തേക്ക് വരാം. SIR പ്രകാരമുള്ള കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 65 ലക്ഷം പേരുടെ സൂക്ഷ്മ വിവരങ്ങൾ കമ്മീഷൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് സുപ്രീം കോടതി ഉത്തരവ് വിട്ടതുകൊണ്ട് മാത്രമാണ്. ആയിക്കോട്ടെ, പക്ഷേ പുറത്തുവിട്ടല്ലോ, പരിശോധിക്കാമല്ലോ, തടസ്സങ്ങളൊന്നുമില്ലല്ലോ. ഇനിയും ഈ സംശയത്തിൻ്റെ ബാക്കി, അതിൻ്റെ മറുപടി ഇന്നത്തെ മാതൃഭൂമി പത്രത്തിലുണ്ട്. അതിലേക്ക് നമുക്ക് അവസാനം വരാം. എന്തായാലും ശരി, ആ പേജിൽ തന്നെ മറ്റൊരു ലേഖനം അടിച്ചു വരുന്നുണ്ട്. അത് KC വേണുഗോപാൽ MP എഴുതിയ ലേഖനമാണ്. തിരുനക്കര മൈതാനത്ത് വേണുഗോപാൽ സാധാരണ ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രസംഗത്തിൻ്റെ അച്ചടിച്ച കോപ്പി മാത്രമാണ് ഈ ലേഖനത്തിലുള്ളത്. വേണുഗോപാൽ എഴുതിയ ലേഖനമായിട്ട് ഇത് വായിച്ച് എൻ്റെയും നിങ്ങളുടെയും വിലപ്പെട്ട സമയം ഞാൻ കളയുന്നില്ല. എന്തായാലും ശരി, കുറച്ചു കാലമായിട്ട് മാതൃഭൂമിയിൽ വരുന്ന ചില വിലപ്പെട്ട ലേഖനങ്ങളുണ്ട്. ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ ചിദംബരം ചെട്ടിയാരുടെ ലേഖനമാണ് ഒന്ന് വരുന്നത്. മറ്റൊന്ന് രാഹുൽജിയുടെ നേരിട്ടുള്ള ലേഖനം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ KC വേണുഗോപാലിൻ്റെ നിരവധി ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ വീക്ഷണം കുറച്ചുകൂടെ മാന്യത കാണിക്കുന്നുണ്ട്. ഈ മാതൃഭൂമി വീക്ഷണത്തെക്കാൾ താഴെ നിൽക്കുന്നതാണ്. അതിനകത്ത് അത്ഭുതമൊന്നുമില്ല. മാതൃഭൂമിയുടെ ഇപ്പോഴത്തെ നടത്തിപ്പുകാരുടെ ഒരു ലെവൽ, അവരുടെ ഒരു ബൗദ്ധിക നിലവാരവും അന്തസ്സും ആത്മാഭിമാനവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ മാതൃഭൂമിയുടെ നിലവാരവും അത് തന്നെയാണ്. അവരത്തരത്തിലുള്ള ലേഖനങ്ങളാണ് പുറത്തു കൊണ്ടുവരുന്നത്. കോൺഗ്രസിൻ്റെ ഒരു ജിഹ്വയായിട്ട് മാതൃഭൂമി അധപ്പതിച്ചു എന്നുള്ളതാണ്. അധപ്പതിച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആരും ഈ വൃത്തികെട്ട പത്രം ഗൗരവമായി എടുക്കാറില്ല എന്നുള്ള വസ്തുത കൂടി മാതൃഭൂമി വായിക്കണം. ഈ വിവരം കൃത്യമായി അവർക്ക് വായിച്ചറിയാൻ കഴിയണം. കാരണം മാതൃഭൂമിക്ക് കേരളത്തിലെ ജനങ്ങളിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് മാതൃഭൂമിയുടെ ഒരു വായനക്കാരൻ എന്ന നിലയിൽ എനിക്ക് ഉറപ്പിച്ചു പറയാം. കൃത്യമായി മലയാള മനോരമയും മാതൃഭൂമിയും കേരള കൗമുദിയും ഒക്കെ വായിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനിയും 20-ാം തീയതിയിലെ പത്രം, അപ്പോൾ KC വേണുഗോപാലിൻ്റെ ആദ്യത്തെ ലേഖനം വന്നു. 20-ാം തീയതി 2025 ഓഗസ്റ്റ് 20-ാം തീയതി ബുധനാഴ്ചത്തെ പത്രം വന്നത് അഡ്വക്കേറ്റ് കാളീശ്വരം രാജിൻ്റെ ലേഖനവുമായിട്ടാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങളാൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ. ഇതാണ് കാളീശ്വരൻ രാജിൻ്റെ ലേഖനം. ഈ ലേഖനത്തിൽ അദ്ദേഹം പ്രധാനമായിട്ട് പറയുന്നത് 5 തരത്തിലുള്ള വോട്ട് മോഷണം നടന്നിട്ടുള്ളതായാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചിരിക്കുന്നത്. അവ ഇനി പറയുന്നതാണ്. 1. കൃത്രിമ വോട്ടർമാരെ ഉൾപ്പെടുത്തുക. 2. വ്യാജമോ നിലവിലില്ലാത്തതോ ആയ മേൽവിലാസങ്ങൾ വോട്ടർമാരുടേതായി കാണിക്കുക. 3. മേൽവിലാസത്തിൽ അസ്വാഭാവികമായ വിധത്തിൽ ധാരാളം വോട്ടർമാരെ ചേർക്കുക. അവ്യക്തവും തെറ്റായതുമായ ഫോട്ടോകൾ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റി കൃത്രിമ വോട്ടർമാരെ സൃഷ്ടിക്കുക.
5 കന്നി വോട്ടർമാരെ ചേർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഫോറം 6 പ്രകാരമുള്ള അപേക്ഷയുടെ വ്യാപകമായ ദുരുപയോഗത്തിലൂടെ വ്യാജ വോട്ടർമാർക്ക് വഴിയൊരുക്കുക. വളരെ ഗൗരവമുള്ള ആരോപണമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ കാളീശ്വരൻ രാജു പറഞ്ഞ ഈ 5 കാര്യങ്ങൾ എൻ്റെ ഒരു വിശ്വാസത്തിൽ ചെയ്തത്, അതിലെ പ്രതികൾ ജ്ഞാനേഷ് കുമാർ, ഡോക്ടർ സുഖബീർ സിംഗ്, ഡോക്ടർ വിവേക് ജോഷി എന്നീ 3 പേരാണെന്ന് തോന്നുന്നില്ല. അവരെ ആരും ഇങ്ങനെ വന്ന് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തായിട്ട് എനിക്കറിയില്ല. ഇതിന് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അത് ബ്ലോക്ക് ലെവൽ ഓഫീസർമാരാണ് ചെയ്യുന്നത്. അത് അതാത് സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണുള്ളത്. BLOമാരെ ചേർക്കുന്നത് കർണാടകത്തിലാണ്. കർണാടകത്തിൽ മഹാദേവപുരയിലാണ് ആരോപണം വന്നത്. അവിടുത്തെ വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കുന്ന ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിന് തെറ്റുപറ്റി എന്ന് പറഞ്ഞതിനാണ് ഒരു മന്ത്രി രാജിവെച്ച് പോകേണ്ടി വന്നത് എന്ന് കാളീശ്വരം രാജ് മറക്കരുത്. അദ്ദേഹത്തിൻ്റെ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ കാളീശ്വരം രാജിനെ എനിക്കറിയില്ല. ലേഖനം എഴുതുന്ന, കോൺഗ്രസിന് വേണ്ടി ലേഖനം എഴുതുന്ന ഒരു ആൾ എന്നുള്ള നിലയിൽ, ഒരു ലേഖനകർത്താവ് എന്ന നിലയിൽ, പ്രത്യേകിച്ച് മോദിയെ അടിക്കാൻ കിട്ടുന്ന വടിയെല്ലാം ഉപയോഗിച്ച് മോദിയെ എതിർക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ മാത്രമേ എനിക്ക് കാളീശ്വരം രാജിനെ അറിയാവൂ. അദ്ദേഹം സുപ്രീം കോടതിയിലും കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകനാണെന്നാണ് അവസാനം കൊടുത്തിരിക്കുന്നത്. വളരെ നല്ല കാര്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റ് എല്ലാം വായിച്ചു കഴിഞ്ഞപ്പോഴേ ചില സുപ്രീം കോടതി ഉത്തരവൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കക്ഷിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു അഭിഭാഷകനായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഗോവിന്ദസ്വാമിയുടെ കേസ് വാദിച്ച ആളൂർ സുപ്രീം കോടതിയിൽ വാദിച്ചല്ലോ. അപ്പോൾ വക്കീലിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കക്ഷി ആരാണോ ആ കക്ഷിക്ക് വേണ്ടി വാദിക്കാൻ ചുമതലപ്പെട്ട ആളാണ് അഭിഭാഷകൻ. ഇവിടെ കാളീശ്വരൻ രാജ് അദ്ദേഹത്തിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആരാണോ, അല്ലെങ്കിൽ അദ്ദേഹം സ്വയം ചുമതല ഏറ്റെടുത്തത് ആരുടെ പേരിലാണോ, അതല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്താണോ അതിനനുസരിച്ച് അദ്ദേഹം ഒരു ലേഖനമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അത് നിഷ്പക്ഷമായൊരു ലേഖനമാണെന്ന് നിർഭാഗ്യവശാൽ പറയാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ മുൻപുള്ള ലേഖനങ്ങളും കാളീശ്വരൻ രാജിൻ്റെ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ നിലവാരത്തിലുള്ള ഒരു ലേഖനത്തിന് അപ്പുറത്തേക്ക് പോകാൻ ഇതിൽ കഴിഞ്ഞിട്ടില്ല. എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന്, എന്താണ് തെറ്റുപറ്റിയത് എന്ന് കാളീശ്വരം രാജിൻ്റെ ലേഖനങ്ങൾ വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അവസാനം സുപ്രീം കോടതി വിധി ദുർവ്യാഖ്യാനം ചെയ്തു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ആർഗ്യുമെൻറ്റിൽ എനിക്ക് ഗൗരവമായി തോന്നിയ, ആദ്യം മലയാള മനോരമയൊക്കെ ചൂണ്ടിക്കാണിച്ച ആർഗ്യുമെൻറ്റ് തന്നെയാണ്. വീടില്ലാത്ത വോട്ടർമാരുടെ വീട്ടു നമ്പർ 0 എന്ന വിചിത്രമായ നിലപാട് കമ്മീഷൻ സ്വീകരിച്ചെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. സുപ്രീം കോടതി ഇടപെട്ട് കർശനമായി താക്കീത് കൊടുക്കണം. 0 നമ്പറിൽ ആരെയും ചേർക്കാൻ പാടില്ല. എവിടെയെങ്കിലും ഒരാൾ താമസിക്കുന്നുണ്ട്, അത് കാണിച്ച് വേണം ചേർക്കാൻ എന്ന് കർശനമായ നിർദ്ദേശം കൊടുക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമുള്ളൊരു കാര്യമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത്. ആരാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്നുകൂടി നമ്മൾ ഓർക്കണം. അതിൽ ഇലക്ഷൻ കമ്മീഷനിൽ ഒരാൾ ജ്ഞാനേഷ് കുമാറാണ്. അദ്ദേഹം കേരള ബാച്ച് IPS ഓഫീസറായിരുന്നു, കേരള കേഡർ ഓഫീസറായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ പ്രശസ്തമായ നിലയിൽ IIT കാൻപൂരിൽ നിന്ന് BTech നേടിയിട്ടുള്ള ഒരാളാണ്. എൻവയോൺമെൻറ്റൽ എക്കണോമിക്സിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം പഠിച്ചത്. കേരളത്തിൽ അദ്ദേഹം സർവീസ് ആരംഭിക്കുന്നത് അടൂർ സബ് കളക്ടറായിട്ടാണ്. എറണാകുളം കളക്ടറായിരുന്നു. പിന്നെ കേരള ഗവൺമെൻറ് സെക്രട്ടറി, പല വകുപ്പുകളുടെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം കേരളത്തിൽ സേവനമനുഷ്ഠിക്കുകയും ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ സേവനകാലത്ത് നമ്മുടെ നിലവിലുള്ള അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത പല IAS ഉദ്യോഗസ്ഥന്മാരെ പോലെ ഒരു വിവാദവും സൃഷ്ടിച്ചിട്ടുള്ള ആളല്ല ജ്ഞാനേഷ് കുമാർ. ജ്ഞാനേഷ് കുമാറിൻ്റെ പേരിൽ ഒരു അഴിമതി ആരോപണവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടതായിട്ട് കേരളീയർക്ക് ഓർമ്മയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. മറ്റൊരു ഡോക്ടർ സുഖബീർ സിംഗ് ആണ് രണ്ടാമത്തെ മെമ്പർ. അദ്ദേഹം ഉത്തരാഖണ്ഡിലെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആയിരുന്നു. 3 വ്യത്യസ്തമായ മുഖ്യമന്ത്രിമാർ, വ്യത്യസ്ത പാർട്ടിയിൽപ്പെട്ട മുഖ്യമന്ത്രിമാരുടെ കീഴിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹം മെഡിക്കൽ ഗ്രാജുവേറ്റ് ആണ്, MBBSകാരനാണ്. ചരിത്രത്തിൽ PG എടുത്തിട്ടുള്ള ആളാണ്. നിയമബിരുദധാരിയാണ്. അതുപോലെ തന്നെ അർബൻ റിഫോംസിനെ കുറിച്ച് ചില അന്താരാഷ്ട്ര ജേണലുകളിലെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരാളാണ്. ഇതാണ് സുഖബീർ സിംഗിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഇനിയും ഡോക്ടർ വിവേക് ജോഷി, അദ്ദേഹം ഹരിയാനയുടെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബോർഡ് മെമ്പറായിരുന്നു. അദ്ദേഹം PhDക്കാരനാണ്. ഇൻ്റർനാഷണൽ എക്കണോമിക്സ്, അതിലാണ് അദ്ദേഹം PhD നേടിയിരിക്കുന്നത്. അതും ജനീവയിൽ നിന്ന് നേടിയ PhD ആണ്. മറ്റൊന്ന് അദ്ദേഹം ബി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു സാധാരണ ഒരു 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 വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവരുടെയൊക്കെ ഒരു പ്രൊഫൈൽ നമ്മൾ വായിക്കുമല്ലോ, ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രൊഫൈൽ വായിക്കുമല്ലോ. കേരളത്തിൽ തന്നെ എത്രയോ IASകാർ IPSകാരുണ്ട്. അതിൽ ജനങ്ങൾ ബഹുമാനിക്കുന്ന IASകാരുണ്ട്, IPSകാരുണ്ട്. ജനങ്ങൾ അവജ്ഞയോടെ കാണുന്ന IPSകാരൻ IASകാരനുണ്ട്. അത് മനസ്സിലാക്കണം. IAS IPS ഒന്നും ഇല്ലാത്ത ആളുകൾ പോലും ജനങ്ങൾ ബഹുമാനത്തോടെ കാണുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, ജനങ്ങൾ അവജ്ഞയോടെ കാണുന്ന ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. ഈ 3 പേര് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പത്രാധിപർ പറഞ്ഞാൽ മുട്ടിലിഴഞ്ഞ്
അദ്ദേഹത്തിന് ആഗ്രഹമുള്ള കാര്യങ്ങൾ എഴുതി കൊടുക്കുന്ന നാണം കെട്ട പാരമ്പര്യത്തിൽപ്പെട്ട ചില പത്രക്കാരുടെ ജനുസിൽപ്പെട്ട ആളുകളല്ല ഇവർ 3 പേര് എന്ന് വളരെ വ്യക്തമാണ്. അവർ അഭ്യസ്തവിദ്യരാണ്. നിരവധി വർഷത്തെ സുദീർഘമായ സേവനമനുഷ്ഠിച്ച ആളുകളാണ്. കള്ളവാർത്ത എഴുതിയും കള്ളം പറഞ്ഞും അർത്ഥസത്യം സത്യമാക്കാൻ ശ്രമിച്ചും പച്ചക്കള്ളം അർത്ഥസത്യമാക്കാൻ ശ്രമിച്ചും പത്രപ്രവർത്തനം നടത്തിയ പാരമ്പര്യമുള്ളവർക്ക് ഒരുപക്ഷെ അത് മനസ്സിലാവില്ല. ഇവരെക്കുറിച്ച് ആദ്യമായിട്ടൊന്ന് പഠിക്കേണ്ടത്. ഇനി അവസാനമായിട്ട് പറയാനുള്ളത്, ഇതെല്ലാം കഴിഞ്ഞിട്ട് 2025 ഓഗസ്റ്റ് 23 മാതൃഭൂമി ഒരു വാർത്ത കൊടുത്തു. ബീഹാർ വോട്ടർ പട്ടികയിൽ സുപ്രീം കോടതി ആധാറും രേഖ കരടില്ലാത്തവർക്ക് ഓൺലൈനിൽ അപേക്ഷിക്കാം. അത് ആ വാർത്ത പറയുന്നത് ബീഹാറിൽ ഓഗസ്റ്റ് 1 പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താത്തവർക്ക് ഓൺലൈനായും അപേക്ഷിക്കാമെന്ന് സുപ്രീം കോടതി. ഇവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച 15 രേഖകളിൽ ഏതെങ്കിലുമോ അല്ലെങ്കിൽ ആധാറോ സമർപ്പിക്കാമെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത പാരഗ്രാഫാണ്. അതേസമയം ഒഴിവാക്കപ്പെട്ടവരുടെ പേര് ചേർക്കാനോ അവകാശവാദം ഉന്നയിക്കാനോ രാഷ്ട്രീയ പാർട്ടികൾ ആരും രംഗത്ത് വരാത്തതിൽ കോടതി ആശ്ചര്യം പ്രകടിപ്പിച്ചു. ഈ 65 ലക്ഷം പേർക്ക് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോരി യാത്ര നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ആളില്ലേ ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ധരിപ്പിക്കാൻ? കോടതി തന്നെ അത്ഭുതപ്പെടുകയാണ് ഇവർ ഈ പറഞ്ഞ കാര്യവും യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം. ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തോടെ പാർട്ടികൾ സഹകരിക്കുന്നില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ചതിനെ തുടർന്നാണ് നടപടി. സഹകരിക്കാതെ എങ്ങനെയാണ് വോട്ടർ പട്ടിക പുതുക്കാൻ കഴിയുന്നത്? സഹകരിക്കണമെങ്കിൽ എന്തെങ്കിലും ഡാറ്റ കയ്യിൽ വേണ്ടേ? ഒരു സിനിമയിൽ മോഹൻലാലും അതുപോലെ തന്നെ ശ്രീനിവാസനും പറയുന്നത് പോലെ സാധനം കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, സാധനം കയ്യിലുണ്ടാവണ്ടേ? തലയിൽ ആളുതാമസം വേണ്ടേ? പറയുന്ന സ്ഥലത്ത് ഉറച്ചു നിൽക്കണ്ടേ? ഇനിയും അവസാനം എതിർപ്പുകൾ കുറവ്. ആശ്ചര്യപ്പെട്ട് സുപ്രീം കോടതി, അത് ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കായിട്ട് 1.6 ലക്ഷം ബൂത്ത് തല ഏജന്റന്മാർ BLAമാർ ഉണ്ടായിട്ടും കരട് പട്ടികയിൽ മേൽ 2 എതിർപ്പുകൾ മാത്രമാണ് ഇതുവരെ സമർപ്പിച്ചത് എന്നതിൽ സുപ്രീം കോടതി ആശ്ചര്യം രേഖപ്പെടുത്തി. എത്ര കഷ്ടമാണെന്ന് ആലോചിക്കണം. മലയാള മനോരമയും മാതൃഭൂമിയും കാടിളക്കി നടത്തിയ പ്രചരണം എത്രമാത്രം പരിഹാസ്യമായിരുന്നു, എത്രമാത്രം അവാസ്തവമായിരുന്നു, എത്രമാത്രം വസ്തുതകൾക്ക് നിരക്കാത്തതാണ് എന്ന് നമ്മുടെ നാട്ടിലെ പൊതുസമൂഹ വായനക്കാർ തിരിച്ചറിയണം. ഈ 2 പത്രങ്ങൾ ചെയ്യുന്ന ദ്രോഹം, മലയാള മനോരമയും മാതൃഭൂമിയും ചെയ്യുന്ന ദ്രോഹം, അതിൻ്റെ വായനക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും അവരെ ഇതൊന്നുകൂടി ഓർമ്മിപ്പിക്കാനും ഈ പത്രങ്ങൾ ചെയ്യുന്ന ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സൂക്ഷിക്കുക, നമ്മുടെ ജനാധിപത്യത്തിന് അപകടം പാകിസ്ഥാനോ ചൈനയോ അല്ല, മറിച്ച് ഇന്ത്യയിലെ ചില പത്രങ്ങളും ചാനലുകളും ഒപ്പം കേരളത്തിലെ ചില ചാനലുകളും പത്രങ്ങളുമാണ്. ജനങ്ങൾ കാണാൻ അറയ്ക്കുന്ന ചാനലുകളും കൈകൊണ്ട് തൊടാൻ മടിക്കുന്ന പത്രങ്ങളും ഇവിടെ ജനാധിപത്യത്തിൻ്റെ പേരിൽ ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ പത്രാധിപന്മാരോടും പത്രാധിപന്മാരുടെ കാര്യസ്ഥന്മാരായ പത്രപ്രവർത്തകരോടും സഹതാപമല്ലാതെ എന്താണ് തോന്നുന്നത്? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.